പോവാണ് ഗൈസ്. ഏത് സിനിമ എന്ന് പറഞ്ഞാൽ ആട് ജീവിതത്തിനാണ് നമ്മൾ പോകുന്നത്. ദ മോസ്റ്റ് അവൈറ്റഡ് ഡേ ഹാസ് ഫൈനലി കം എന്ന് പറയാം. കാരണം ഞാനും അമ്മയും ലിറ്ററലി കുറെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഈ മൂവി ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സിനിമ ഇറങ്ങിയപ്പോൾ അമ്മ സൗദിയിലായി പോയി. അപ്പൊ ഇന്ന് ഞാനും പാപ്പും കൂടെയാണ് സിനിമ കാണാനായിട്ട് പോകുന്നത്. GCCയിൽ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും അമ്മ പോയി കാണുന്നതായിരിക്കും. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി കാണാനായിട്ട്. നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി തളർത്തുന്ന ഒരു ഫിലിമാണ്. കാരണം ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് നമുക്ക് സിനിമയിലൂടെ കാണിച്ചു തരാണ്. അപ്പൊ ഞങ്ങൾ പോയി സിനിമ കണ്ടിട്ട് വരാം. റിവ്യൂ അവസാനം പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. ഔട്ട്ഫിറ്റ് ചെക്ക്. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ടോപ്പും ഒരു ജീൻസും ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് പോയിട്ട് വരാം. അപ്പം ഓൺ ദ വേ ചെറിയൊരു ക്ലിപ്പിംഗ് എടുത്തതാണ്. ഞങ്ങൾ അങ്ങനെ തിയേറ്ററിൽ എത്തി. മൂവി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മൂവിക്ക് മുന്നേ കുറച്ച് ആഡ് പ്ലേ ചെയ്യുമല്ലോ. അപ്പം ആഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാപ്പു എന്തൊക്കെയോ തമാശ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തു. സിനിമയൊക്കെ കണ്ടെത്തി. ഇന്നലെ ആയിരുന്നു സിനിമ കണ്ടത്. അപ്പോൾ എനിക്ക് ഇന്നലെ റിവ്യൂ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീടെത്താൻ കുറച്ച് ലേറ്റ് ആയി. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആട് ജീവിതം. അപ്പം ആട് ജീവിതം എന്നുള്ളൊരു മൂവിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്കറിയാവുന്ന ആട് ജീവിതം പറഞ്ഞൊരു സ്റ്റോറിയെ കുറിച്ച് പറയാം. അതായത് 2007-8 ആ ഒരു സമയത്തായിരുന്നു എൻ്റെ അച്ഛയുടെ കമ്പനിയിൽ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. അച്ഛൻ എപ്പോഴും സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2007-8 സമയത്ത് അച്ഛൻ്റെ കമ്പനിയിലേക്ക് ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വരികയാണ് വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം അവർ എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോകുന്നത് അച്ഛയായിരുന്നു. ആൻഡ് അച്ഛൻ അവിടെ പോയി അവരുടെ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് അവർ ലാൻഡ് ചെയ്യുന്നത് 10:30 സമയത്തായിരുന്നു രാത്രി. ആൻഡ് അപ്പം അച്ഛൻ നേരത്തെ തന്നെ പോയിട്ട് ഈ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എയർപോർട്ടിൽ. 10:30 തൊട്ട് നിന്ന് പുലർച്ചെ 5:30-6 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് ആളെ കാണുന്നില്ല. അങ്ങനെ അച്ഛൻ കമ്പനിയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. ആൻഡ് ഈ പുള്ളിയുടെ ഡീറ്റെയിൽസ് വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഒരു 8-9 മാസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഈ പുള്ളിയെ വേറൊരു സൗദി തട്ടിക്കൊണ്ട് പോയിട്ട് ഇതേപോലെ മരുഭൂമിയിൽ ആടിനെയും ഒട്ടകത്തിനെയൊക്കെ നോക്കി ഫുഡും ഭക്ഷണം ഒന്നും ഇല്ലാണ്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ട് ആ പുള്ളി എങ്ങനെയൊക്കെയോ എന്താ പറയുക റോഡ് എത്തിപ്പെട്ട് പുള്ളിയെ വേറെ ആരൊക്കെയോ ഹെൽപ്പ് ചെയ്തിട്ട് പുള്ളി ഒരു പെട്രോൾ സ്റ്റേഷനിൽ എത്തുകയാണ്. അപ്പോൾ പെട്രോൾ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തമിഴ്നാട്ടിലുള്ള ആൾക്കാരായിരുന്നു, തമിഴന്മാരായിരുന്നു. അങ്ങനെ പുള്ളി കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആൻഡ് പണ്ടെന്ന് വെച്ചാൽ അതായത് ഈ മൂവിയുടെ സ്റ്റോറി കാണിക്കുന്ന സമയം എന്ന് വെച്ചാൽ കുറേ പണ്ടാണ്. അപ്പം ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ പുള്ളി അകപ്പെട്ടത് 2007-8 സമയത്തായിരുന്നു. അപ്പോൾ ഫോണും ബാക്കി ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ഈ പെട്രോൾ സ്റ്റേഷൻ്റെ ആൾക്കാർ പോലീസിനെ വിളിച്ച് അറിയിച്ചു. അങ്ങനെ പോലീസ് വന്നിട്ട് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പിന്നെ കമ്പനിയെ ഇൻഫോം ചെയ്യായിരുന്നു. അങ്ങനെ കമ്പനിയിലത്തെ ആൾക്കാർ പോയി ആൻഡ് പുള്ളിയെ കണ്ടു. ഭയങ്കര ദയനീയ അവസ്ഥയിലായിരുന്നു പുള്ളി. കുറേ അടിയൊക്കെ കിട്ടി. ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 11 മാസം അകപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് പുള്ളി പിന്നെ പാസ്പോർട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അതെല്ലാം റെഡിയാക്കി എടുത്തത്. ആൻഡ് പുള്ളി ഇങ്ങനെ ടോർച്ചർ ചെയ്ത സൗദി ആൻഡ് സൗദിയുടെ ഫാമിലി മെമ്പേഴ്സ് ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് പുള്ളിക്ക് അറിയായിരുന്നു. അതായത് അവരുടെ വണ്ടി നമ്പർ, അവരുടെ പേര്, അവരുടെ ബ്രദറിൻ്റെ പേര്, അങ്ങനെ എല്ലാം പുള്ളി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി നമ്പറൊക്കെ ബൈ ഹാർട്ടായിരുന്നു. ആൻഡ് പുള്ളി വന്നിട്ട് ഇതെല്ലാം പോലീസിനെ ഇൻഫോം ചെയ്യാണ്. അങ്ങനെ പോലീസ് പിടിച്ചപ്പം ഈ പുള്ളിയെ ടോർച്ചർ ചെയ്ത സൗദി ഫാമിലിയിൽ മെയിൻ ടോർച്ചർ ചെയ്യാനുണ്ടായിരുന്ന ആൾക്കാരിൽ ഒരാൾ പോലീസായിരുന്നു, ഒരാൾ മിലിറ്ററിയിലായിരുന്നു. ആൻഡ് അവരെ പിടിച്ചു. ആൻഡ് അവർക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. പുള്ളിക്ക് എത്രയോ റിയാൽ, ഈ 11 മാസം ടോർച്ചർ ചെയ്തതിന് എത്രയോ റിയാലും കൊടുത്തു. ആൻഡ് പുള്ളി കുറച്ചു കാലം വർക്ക് ചെയ്തു കേട്ടോ സൗദിയിൽ, പിന്നെ തിരിച്ചു പോയി. അപ്പോൾ ഇതാണ് എനിക്കറിയാവുന്ന ഒരു ആട് ജീവിതം സ്റ്റോറി. ആൻഡ് കമ്മിങ് ടു ദ മൂവി ആട് ജീവിതം. ആട് ജീവിതം മൂവി എനിക്കറിയാവുന്ന സ്റ്റോറി പോലെ തന്നെയുള്ളൊരു മൂവി തന്നെയാണ്. ആൻഡ് പക്ഷേ ഈ മൂവിയിൽ ഈ പുള്ളി കുറച്ച് കൂടുതൽ കാലം അവിടെ അകപ്പെട്ടു. 2-2.5 വർഷം മരുഭൂമിയിൽ അകപ്പെടുന്നുണ്ട്. ആൻഡ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഹാറ്റ്സ് ഓഫ്, പറയാതിരിക്കാൻ പറ്റില്ല. ഹി ഹാസ് ഡൺ ആൻ എക്സലന്റ് ജോബ്. അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ്. ഈവൻ ഫേസിലെ ഓരോ മൈന്യൂട്ട് മസിൽസ് വരെ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയത്. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. പൃഥ്വിരാജ് മാത്രമല്ല, പൃഥ്വിരാജിന്റെ കൂടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാളുണ്ടായിരുന്നു. ആ ക്യാരക്ടർ ചെയ്തത് ഗോകുൽ എന്ന് പറഞ്ഞ ഒരാളാണ്, ഇഫ് ഐ എം നോട്ട് റോങ്. ഹമീദ് എന്നുള്ള ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്ന മൂവിയിൽ. അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഫ്രിക്കനായിട്ട് വരുന്ന ആളും ജിമ്മി ജീൻ ആണ്, ഹോളിവുഡ് ആക്ടറാണ്. അവർ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ദി ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് മൂവിക്ക്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പൃഥ്വിരാജിനെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുമ്പോൾ കുറച്ച് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, കൊടവയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആൾ ഈ മരുഭൂമിയിൽ അകപ്പെട്ട് തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് ഷർട്ട് റിമൂവ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ട്. അപ്പോൾ ആ സീനിൽ ലിറ്ററലി ഞാനും എൻ്റെ അടുത്ത് ഏതോ ഒരു കുട്ടിയായിരുന്നു തിയേറ്ററിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എൻ്റെ അമ്മോന്ന് പറഞ്ഞു ലിറ്ററലി. കാരണം അത്രയ്ക്ക് ആ റിപ്സ് ഒക്കെ ഭയങ്കര വിസിബിൾ ആയിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ പുള്ളി എത്രത്തോളം ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഈ മൂവിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് എവിഡന്റ് ആണ്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ആക്ടർ ഇത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റിയൽ സഫററിനെ നമ്മൾ എന്താ പറയേണ്ടത്, നമിച്ചു. അദ്ദേഹം എന്തോ ദൈവത്തിന്റെ ഒരു കൃപ കാരണം രക്ഷപ്പെട്ട് തിരിച്ചെത്തി. ആൻഡ് മൂവി ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഇടയിൽ പല സീനിൽ നമുക്ക് കണ്ടു നിറയും. സോ ദിസ് ഈസ് മൈ ഓണസ്റ്റ് റിവ്യൂ ഓൺ ആട് ജീവിതം. എല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. ആൻഡ് GCC കൺട്രീസിൽ എല്ലാവരും ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. ലുങ്കി ന്യൂസ് ആണോ അറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ദുബായിൽ മാത്രമേ
മാത്രമേ ഇറങ്ങുന്നുള്ളൂ, ബാക്കി കൺട്രീസിൽ ബാനിയാണ്. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. സോ ഡെഫിനറ്റ്ലി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയും അച്ഛൻ പോയി കാണുന്നതായിരിക്കും. അപ്പം റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരെ എന്തായാലും പോയി സിനിമ കാണണം. ആൻഡ് ഡു ലെറ്റ് മീ നോ ഹൗ യു ലൈക്ഡ് ഇറ്റ്. ബൈ.